ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിഗ്സ് ബോസൺസ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ ആണ്. അതിന് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റിലുള്ളത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ, എന്താണ് ഹിഗ്സ് ബോസൺ, എന്താണ് ഹിഗ്സ് ഫീൽഡ് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഹിഗ്സ് ബോസൺ എന്താന്ന് വെച്ചാൽ, ദ ഹിഗ്സ് ബോസൺ ഈസ് ദ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ അസോസിയേറ്റഡ് വിത്ത് ദ ഹിഗ്സ് ഫീൽഡ്, എ ഫീൽഡ് ദാറ്റ് ഗിവ്സ് മാസ് ടു അതർ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് സച്ച് ആസ് ഇലക്ട്രോൺസ് ആൻഡ് ക്വാർക്സ്. A particle's mass determines how much it resists changing its speed or position when it encounters a force. അതായത് ഹിഗ്സ് ബോസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ അനേകം കണികകൾ കൊണ്ടാണ് നമ്മളുടെ പ്രപഞ്ചം ഉള്ളത്. അതായത് ഈ മാറ്ററിനെ മാറ്ററാക്കി മാറ്റുന്നത് തന്നെ അതിൻ്റെ എന്താണ്, മാസ്സാണ്. കണികകൾക്കെല്ലാം മാസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി പ്രദാനം ചെയ്യുന്ന മറ്റൊരു കണികയാണ് ഹിഗ്സ് ബോസൺ എന്ന് പറയുന്നത്. അതായത് ഹിഗ്സ് ബോസൺ എന്താണെന്ന് അറിയണതിൻ്റെ മുന്നേ നമ്മൾ ആദ്യം എന്താണ് ഹിഗ്സ് ഫീൽഡ് അല്ലെങ്കിൽ ഫീൽഡ് എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മളെല്ലാവരും മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ഈ മാഗ്നറ്റ് നമ്മൾ വെച്ചിട്ട് മാഗ്നറ്റ് എന്ത് ചെയ്യും, ഇരുമ്പിനെ അട്രാക്ട് ചെയ്യണില്ലേ? അപ്പോൾ നമ്മൾ മാഗ്നറ്റ് ഇവിടെ വെച്ചിട്ട് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ട് അത് ഒരു സേഫ്റ്റി പിന്നിനെ അട്രാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. അത് നമ്മൾ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതൊരു അതിൻ്റേതായിട്ടുള്ള ഒരു സ്പേസിൽ വെക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുക, അത് അട്രാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ എന്താണ്, അതിനെയാണ് നമ്മൾ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു കാന്തിക ശക്തി അനുഭവപ്പെടുന്ന ആ ഒരു ഫീൽഡാണ്, അതാണ് നമ്മളുടെ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. നമ്മൾ ഒരു സ്കെയിൽ എടുത്തിട്ട് നമ്മൾ തലയിൽ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പേപ്പർ കഷ്ണങ്ങൾ പുറത്ത് വെച്ചിട്ട് അതിലൊന്നിങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ അത് രണ്ടും അട്രാക്ട് ചെയ്യും. അതെന്തുകൊണ്ടാണ്? ഈ സ്കെയിലിന് നമ്മുടെ തലയിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ഈ സ്കെയിലിന് ഒരു ചാർജ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ചാർജ് ഇല്ലാത്ത ആ ഒരു പേപ്പർ കഷ്ണങ്ങൾ അട്രാക്ട് ചെയ്യണം. ആ പേപ്പേഴ്സിൻ്റെ ആ ഒരു കഷ്ണങ്ങൾ നമ്മൾ കുറച്ച് വേറെ എവിടെയെങ്കിലും വിട്ടിട്ട് കൊണ്ടുപോയി വെച്ചാൽ അത് അട്രാക്ട് ചെയ്യില്ല. അത് അതിൻ്റെതായിട്ടുള്ള ഒരു സ്പേസിൽ വെക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇത് അപ്പോൾ മനസ്സിലായില്ല, ഇത് രണ്ട് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന രണ്ട് ഫീൽഡുകളാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഫീൽഡാണ് നമ്മളുടെ ഹിഗ്സ് ഫീൽഡ് എന്ന് പറയുന്നത്. അതുപോലെയുള്ള ഒരു ഫീൽഡാണ്. ഇനി നമ്മൾക്ക് എന്താണ് ഒരു സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയുന്നത്, നമ്മളുടെ പ്രപഞ്ചം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് പലതരം കണികകൾ കൊണ്ടാണ്. ആ കണികകളുടെയൊക്കെ ഒരു തരം തിരിവിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയുന്നത്. ഈ ക്വാണ്ടം ഫീൽഡ് തിയറി എന്ന് പറയുന്ന ആ സിദ്ധാന്തം അനുസരിച്ചിട്ട് പ്രപഞ്ചത്തിലുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മോഡലിൽ പറയുന്ന ഓരോ കണികകളും ഓരോ ഫീൽഡിനെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അതായത് ക്വാർക്ക് എന്ന് പറയുന്ന ഒരു കണിക ഉണ്ടെങ്കിൽ ആ കണിക ശരിക്കും ക്വാർക്ക് ഫീൽഡിലുള്ള ഒരു ഒസിലേഷനാണ്. അതൊരു കണികയല്ല, അതൊരു ഒസിലേഷൻ അല്ലെങ്കിൽ ഒരു വേവ് മാത്രമാണ്. ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെതായിട്ടുള്ള ഒരു ഫീൽഡ് ഉണ്ട്. അതായത് ഈ യൂണിവേഴ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കണമുണ്ട്. അപ്പോൾ ആ ഫീൽഡിൽ ഉണ്ടാവുന്ന ചെറിയൊരു ഒസിലേഷൻ അല്ലെങ്കിൽ ഒരു വേവ് ആണ് എന്തെന്ന് പറയുന്നത്, ഡിസ്റ്റർബൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾക്കറിയാം ഫോട്ടോൺ എന്ന് പറയുന്നത്. ഫോട്ടോൺ എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാവുന്ന ഒസിലേഷൻ ആണ്, ഉള്ള ഒരു വേവ് പാർട്ടിക്കിൾ ആണ് എന്ത് പറയുന്നത്, ഫോട്ടോൺ എന്ന് പറയുന്നത്. അപ്പോൾ അവ ശരിക്കും കണികയാവുന്നത് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ആവുന്നത് അവയ്ക്ക് മാസ് കിട്ടുമ്പോഴാണ്. അല്ലാത്ത സമയത്ത് അതെന്താണ്, ഒരു ഒസിലേഷൻ അല്ലെങ്കിൽ ഒരു വേവ് ഡിസ്റ്റർബൻസ്, അതൊക്കെയാണ് നമ്മൾ കണിക എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഉള്ളത്. പക്ഷെ അതൊരു പാർട്ടിക്കിൾ ആവുന്നത് അതിന് ഒരു മാസ് കിട്ടുമ്പോഴാണ്. ഇനി എന്താണ്, ഒരു പ്രോപ്പർട്ടിക്ക്, അതായത് ഈ മാസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളിന് മാസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കിട്ടണമെങ്കിൽ അത് മറ്റൊരു ഫീൽഡുമായിട്ട് വേണം ഇൻട്രാക്ട് ചെയ്യാൻ. അപ്പോൾ അത് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു, അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ഫീൽഡിനെയാണ് നമ്മൾ ഹിഗ്സ് ഫീൽഡ് എന്ന് പറയുന്നത്. ആ ഹിഗ്സ് ഫീൽഡ്
ഹിഗ്സ് ഫീൽഡ് ഈ യൂണിവേഴ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു പ്രോട്ടോൺ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നമുക്കറിയാം. 3 ക്വാർക്കുകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ഒരു പ്രോട്ടോൺ ഉണ്ടാവുന്നത്. 2 അപ്പ് ബോക്സും ഒരു ഡൗൺ ബോക്സും അറിയാം. അവ 3ഉം കൂടി ചേർന്ന് ഒരു ഫോഴ്സ് അവയ്ക്കിടയിൽ പ്രവർത്തിച്ചിട്ടാണ് അവ ചേർന്ന് നിൽക്കുന്നത്. അങ്ങനെ ചേർന്ന് നിൽക്കണമെങ്കിൽ എന്ത് വേണം, അവയ്ക്കിടയിൽ ഒരു ഫോഴ്സ് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയണത്. അതുപോലെ തന്നെ ഇവയ്ക്ക് മാസ് കിട്ടണമെങ്കിൽ അവ ഹിഗ്സ് ഫീൽഡുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് അവയ്ക്ക് ഒരു പ്രത്യേക തരം മാസ് കിട്ടുന്നത്. ആ പ്രവർത്തിക്കുന്ന സമയത്ത് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന ആ ഒരു കണികയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹിഗ്സ് ബോസൺ എന്ന് പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് നമുക്ക് അറിയേണ്ട ഒരു കാര്യങ്ങളാണ്. എൻ്റെ പോർഷനിൽ ഇതൊന്നും പറയാനില്ല. ജസ്റ്റ് ഞാനൊന്ന് ഇങ്ങനെ എന്താണ് ഹിഗ്സ് ഫീൽഡ്, ഹിഗ്സ് ബോസൺ എന്നൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. 1964 റോബർട്ട് ബ്രോട്ടും ഫ്രാൻസിസ് എംഗ്ലട്ടും പീറ്റർ ഹിഗ്സും കൂടി രൂപീകരിച്ച ഒരു മെക്കാനിസമാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു കണികകൾക്ക് എങ്ങനെ മാസ് കിട്ടുന്നു എന്നുള്ള ആ ഒരു മെക്കാനിസം കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ 3 സയന്റിസ്റ്റാണ്. ഇതിനെ നമ്മൾ എന്താണ് ബ്രോട്ട് എംഗ്ലറ്റ് ഹിഗ്സ് മെക്കാനിസം എന്ന് പറയുന്നുണ്ട്. എളുപ്പത്തിൽ നമ്മൾ ഹിഗ്സ് മെക്കാനിസം എന്നാണ് പറയുക. ഇവർ മുന്നോട്ട് വെച്ച തിയറിയാണ് ഹിഗ്സ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതായത് ഹിഗ്സ് ഫീൽഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ വസ്തുക്കൾക്ക് മാസ് കിട്ടുകയാണ്. ഒരിക്കലും സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അല്ല എന്ത് മാസ് എന്ന് പറയുന്നതെന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ. ഇനി എന്താണ്, ഞാൻ ടെക്സ്റ്റിലുള്ള പോർഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. അണ്ടിൽ ദ 1930s all natural phenomena were presumed to have their origin in just two basic forces, gravitational and electromagnetism. Both were described by classical fields that permeated all space. These fields extended out to infinitely from well-defined sources, mass in one case and charge in other. നമുക്കിതറിയാം. അതായത് 1930 വരെ എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളുടെയും ഉത്ഭവം എന്ന് പറയുന്നത് 2 ഫോഴ്സുകളെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഒന്ന് എന്താണ്, ഗ്രാവിറ്റേഷണലും മറ്റേത് ഇലക്ട്രോമാഗ്നറ്റിസം. ഗ്രാവിറ്റേഷണൽ എന്തിനുള്ള കേസിൽ മാസ് എന്ന് പറയുന്ന കേസിലും മറ്റേതിൽ ഇലക്ട്രോമാഗ്നറ്റിസത്തിൽ ചാർജിനെയും ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. Their role over the physical universe seemed securely established. അറിയാലോ. As atomic and subatomic phenomena were explored, it became apparent that 2 completely novel forces had to be added to the list. There were the weak and the strong forces. അതായത് അറ്റോമിക്കും സബാറ്റോമിക്കും ആയിട്ടുള്ള ഫിനോമിനകൾ നമ്മൾ പര്യവേഷണം ചെയ്തപ്പോൾ അവയ്ക്ക് എന്താണ് പൂർണ്ണമായിട്ടും ഒരു പുതുമയുള്ള 2 ഫോഴ്സിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവ കണ്ടുപിടിച്ചു. ഏതൊക്കെയാണ്? അതൊന്ന് സ്ട്രോങ് ഫോഴ്സും വീക്ക് ഫോഴ്സും. ദ സ്ട്രോങ് ഫോഴ്സ് വാസ് നെസസറി ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദി ന്യൂക്ലിയസ് is held together. Protons bond together in tight nuclear ball must be subject to a force much stronger than electromagnetism to prevent their flying apart. അതായത് നമ്മൾ ഈ ന്യൂക്ലിയസ് എങ്ങനെയാണ് ഇതിനെങ്ങനെ പരസ്പരം ഇങ്ങനെ ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു സ്ട്രോങ് ഫോഴ്സ് അനിവാര്യമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ടൈറ്റ് ആയിട്ടുള്ള ഈ ന്യൂക്ലിയർ ബോളിൽ ഈ ബന്ധിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പ്രോട്ടോണുകൾ അവയുടെ ആ ഒരു എന്താ പറയുക, ഇവിടെ പറക്കൽ എന്ന് പറഞ്ഞിരിക്കുന്നത്, ആ ഒരു പറക്കൽ തടയാൻ വേണ്ടിയിട്ട് അതിനെന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനേക്കാളും ശക്തിയായിട്ടുള്ള ഒരു ഫോഴ്സ് വേണം. അതാണ് എന്ത് സ്ട്രോങ് ഫോഴ്സ് എന്ന് പറയുന്നത്. The weak force was invoked to understand the transmutation of a neutron in the nucleus into a proton during the particularly slow form of radioactive decay known as ബീറ്റാ ഡീക്കെ. അതായത് ഈ വീക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയത്, ഈ ന്യൂട്രോണിലേക്കുള്ള ആ ഒരു ട്രാൻസ്മ്യൂട്ടേഷൻ മനസ്സിലാക്കാനായിട്ട് ഒരു സ്ലോ ഫോമിലുള്ള റേഡിയോ ആക്റ്റീവ് ഡീക്കെ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, ബീറ്റാ ഡീക്കെ എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് ജസ്റ്റ് എന്താണ് ഇതിൻ്റെ ഒരു ഫോഴ്സുകളെ പറ്റിയിട്ടാണ് പറയുന്നുള്ളൂ. ഇതിൽ കാര്യമായിട്ടൊന്നും പറയണില്ല. ഇനി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള മറ്റ് മെമ്പേഴ്സ് ഇതിനെ ഒന്നും കൂടി വിശദീകരിച്ച് പറയും. താങ്ക് യു.
There are four basic forces: gravitational force, electromagnetic force, weak force and strong force. 4 basic forces ആണുള്ളത്. Since neither the weak force nor the strong force is directly observed in the macroscopic world, both must be very short range relative to the more familiar gravitational and electromagnetic forces. വീക്ക് ഫോഴ്സും സ്ട്രോങ് ഫോഴ്സും ഒരിക്കലും നമുക്ക് മാക്രോസ്കോപ്പിക് ലെവൽക്ക് കാണാൻ പറ്റില്ല, അത് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. കാരണം വീക്ക് ഫോഴ്സും സ്ട്രോങ് ഫോഴ്സും ന്യൂക്ലിയർ ലെവലിൽ സംഭവിക്കുന്ന ഫോഴ്സസ് ആണ്. അത് ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള ഫോഴ്സസ് ആണ് റിലേറ്റീവ് ടു ദി ഗ്രാവിറ്റേഷണൽ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും വെച്ച് നോക്കുമ്പോൾ വീക്ക് ഫോഴ്സും സ്ട്രോങ് ഫോഴ്സും ഷോർട്ട് റേഞ്ച് ഓർഡറാണ്. ഫർദർ മോർ ദ റിലേറ്റീവ് സ്ട്രെങ്ത്സ് ഓഫ് ദി ഫോഴ്സസ് അസോസിയേറ്റഡ് വിത്ത് ഓൾ ഫോർ ഇൻട്രാക്ഷൻസ് ആർ ഡിഫറെൻറ്റ്. ഓരോ ഫോഴ്സിൻ്റെയും സ്ട്രെങ്ത്ത് ഡിഫറെൻ്റ് ആണ്. Fs is to Fe is to Fw is to Fg equal to 1 is to 10 raised to minus 2 is to 10 raised to minus 5 is to 10 raised to minus 38. ഇതാണ് ഈ 4 ബേസിക് ഫോഴ്സസിൻ്റെയും സ്ട്രെങ്ത്തിൻ്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. സ്ട്രോങ് ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് 1, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ 10 raised to minus 2, വീക്ക് ഫോഴ്സിൻ്റെ 10 raised to minus 5, അതുപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ 10 raised to minus 38. അപ്പോൾ ഓരോ ഫോഴ്സിൻ്റെയും സ്ട്രെങ്ത് ഡിഫറെൻ്റ് ആണ്. ഇൻ സ്പൈറ്റ് ഓഫ് ദിസ് ദർ ഹാസ് ഓൾവേസ് ബീൻ എ ലിംഗറിംഗ് സസ്പിഷൻ ആൻഡ് ഹോപ്പ് ദാറ്റ് ഇൻ സം മിറാക്കുലസ് ഫാഷൻ all four were simply manifestations of one source or principle and could therefore be described by a single unified theory. ഇപ്പോഴും നീണ്ടു നിൽക്കുന്നൊരു സംശയമാണ്. ഈ 4 ഫോഴ്സസും ഒരു സോഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിളിൽ നിന്നോ ഉള്ള ഒരു ആക്ഷനാണ്, അതായത് മാനിഫെസ്റ്റേഷൻ ആണെന്നാണ് ഇപ്പോഴും നീണ്ടു നിൽക്കുന്നൊരു സംശയമാണ്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഈ 4 ഫോഴ്സസും ഒരു സിംഗിൾ യൂണിഫൈഡ് തിയറീനെ ബേസ് ചെയ്തിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സ്പെക്ട്രാക്കുലർ പ്രോഗ്രസ് ഇൻ പാർട്ടിക്കിൾ ഫിസിക്സ് റിന്യൂഡ് ദ ഡ്രീം. അതായത് കണിക ഭൗതിക ശാസ്ത്രത്തിലെ സ്പെക്ട്രാക്കുലർ പുരോഗതിക്ക് സ്വപ്നം നൽകി. മെനി ഫിസിഷ്യൻസ് ടുഡേ ബിലീവ് ദാറ്റ് വി ആർ ഓൺ ദ വെർജ് ഓഫ് അൺകവറിംഗ് ദ സ്ട്രക്ചർ ഓഫ് ദിസ് യൂണിഫൈഡ് ഫീൽഡ് തിയറി. അതായത് ഇന്നും സയൻറ്റിസ്റ്റ് വിശ്വസിക്കുന്നത് നമ്മളെല്ലാവരും ദ വെർജ് ഓഫ് അൺകവറിംഗ് സ്ട്രക്ചർ ഓഫ് ദിസ് യൂണിഫൈഡ് ഫീൽഡ് തിയറിയുടെ വെർജാണെന്നാണ്. നെക്സ്റ്റ്, ദ തിയററ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ of the strong, weak and the electromagnetic interactions is now considered well established, and amazingly enough the theory shows these forces to be quite similar despite their experimental differences. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എസ് എമ്മും GUT ആണ്. എസ് എം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് മോഡൽ. ദ യൂണിഫൈഡ് തിയറി ഓഫ് ദീസ് 3 ഇൻട്രാക്ഷൻസ് ഈസ് കോൾഡ് ദ സ്റ്റാൻഡേർഡ് മോഡൽ. അതായത് എസ് എം എന്ന് പറയുകയാണെങ്കിൽ ദ സ്റ്റാൻഡേർഡ് മോഡൽ ഈസ് എ തിയറി ഇൻ പാർട്ടിക്കിൾ ഫിസിക്സ് വിച്ച് അഡ്രസ് ദി 3 or 4 ഫോഴ്സസ്. അതായത് പറയണത് നാച്ചുറൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് ദി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ 3 ഫോഴ്സാണ് ഇവിടെ എസ് എമ്മിൽ പറയണത്. പിന്നെ ദ സ്റ്റാൻഡേർഡ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ സിമെട്രി പ്രിൻസിപ്പിൾസ്. അതായത് സിമെട്രി പ്രിൻസിപ്പിളിനെയാണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത്, സച്ച് ആസ് റൊട്ടേഷൻ. നെക്സ്റ്റ് GUT ആണ്. GUT പറയണത് ദ ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻസ് ഡസ് നോട്ട് കം അണ്ടർ ദി സ്റ്റാൻഡേർഡ് മോഡൽ. ദ യൂണിഫൈഡ് തിയറി എക്സ്പ്ലെയിനിങ് ദ 4 ഇൻട്രാക്ഷൻസ് ഈസ് കോൾഡ് ഗ്രാൻഡ് യൂണിഫിക്കേഷൻ തിയറി. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദ ഗ്രാൻഡ് യൂണിഫൈഡ് തിയറിയാണ്. ഗ്രാൻഡ് യൂണിഫൈഡ് തിയറി ഈസ് എ മോഡൽ ഇൻ പാർട്ടിക്കിൾ ഫിസിക്സ് ഇൻ വിച്ച് അറ്റ് ഹൈ എനർജീസ് ആൻഡ് 3 gauge interactions. The standard model sees the world as built up of 2 sets of particles, the quarks and the leptons, each described by its own theory. The standard model നിർമ്മിച്ചിരിക്കുന്നത് 2 type of 2 sets of particles കൊണ്ടാണ്. ഒന്ന് quarks and അടുത്ത leptons, each described by its own theory. അവരുടേതായ തിയറി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. The former by quantum chromodynamics QCD and the later by electroweak theory.
ക്വാണ്ടം ക്രോമോഡൈനാമിക്സ് ആൻഡ് ഇലക്ട്രോവീക്ക് തിയറിയാണ്. The unification of electromagnetic and weak. Weak theory പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫിക്കേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ആൻഡ് വീക്ക് ആണ്. ദിസ് യൂണിഫിക്കേഷൻ വാസ് ഡൺ ബൈ വെയിൻബർഗ് ആൻഡ് അബ്ദുൽ സലാം ആൻഡ് ഫോർ ദിസ് ദേ വർ അവാർഡഡ് ദി നോബൽ പ്രൈസ് ഇൻ 1979. ഈ യൂണിഫിക്കേഷൻ നടത്തിയതിന് അവർക്ക് 1979 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എ മോർ ഡൗൺ to earth description of standard model would be that it is an amalgam of two best theories of QCD and EW. The constants a more down to the earth description. അതിനെ സംബന്ധിച്ചിടത്തോളം ദി സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാൽഗം ഓഫ് ദിസ് ടു തിയറീസിനാണ് പറയണത്, QCD ആൻഡ് EWനെയാണ് പറയണത്. The constants of standard model interact with each though the exchange of gauge particle, the modern analog of force fields. The constants of standard മോഡലിൻ്റെ കോൺസ്റ്റൻസ് ഇൻട്രാക്ട് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ എക്സ്ചേഞ്ച് ഓഫ് ഗോജ് പാർട്ടിക്കിൾസ് ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സിലെ എല്ലാ നാച്ചുറൽ ഫിനോമിനയും ജസ്റ്റ് 2 ബേസിക് ഫോഴ്സസ് എന്നാണ് ഉണ്ടായിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിസം. പുതിയതായിട്ട് ആഡ് ചെയ്ത നോവൽ ഫോഴ്സസ് ആണ് വെയ്റ്റ് ഫോഴ്സ്, സ്ട്രോങ് ഫോഴ്സ് എല്ലാം. അപ്പോൾ ഈ വീക്ക് ഫോഴ്സിൻ്റെയും സ്ട്രോങ് ഫോഴ്സിൻ്റെയും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെയും ഈ 3 ഫോഴ്സുകളുടെയും ഇൻട്രാക്ഷൻസിൻ്റെ യൂണിഫൈഡ് തിയറിനെയാണ് സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് സ്റ്റാൻഡേർഡ് മോഡൽ സീസ് ദ വേൾഡ് ആസ് ബിൽട്ടപ്പ് ഓഫ് 2 സെറ്റ്സ് ഓഫ് പാർട്ടിക്കിൾസ്. അതാണ് ക്വാർക്സും ലെപ്റ്റോൺസും. And both particles have their own theories. In order for the standard model of quarks and leptons, ഈ ക്വാർക്സിൻ്റെയും ലെപ്റ്റോൺസിൻ്റെയും സ്റ്റാൻഡേർഡ് മോഡൽ മാത്തമാറ്റിക്കലി കൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ട് പീറ്റർ ഹിഗ്സ് എന്ന് പറയുന്ന ഒരു സ്കോട്ടിഷ് ഫിസിസിസ്റ്റ് ഒരു ഫീൽഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആൻഡ് ഹി സേസ് ദാറ്റ് ദിസ് ഫീൽഡ് മസ്റ്റ് എക്സിസ്റ്റ് എവ്രിവെയർ ഇൻ സ്പേസ്. സ്പേസിൽ എല്ലാവരുടെയും ഈ ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് ദാറ്റ് ഫീൽഡ് ഇസ് കോൾഡ് ഹിഗ്സ് ഫീൽഡ്. ഇനി സ്പേസിൽ പാർട്ടിക്കിൾസിൻ്റെ ഇൻട്രാക്ഷൻസ് നടക്കുമ്പോൾ ഈ ഫീൽഡ് വന്നിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് മാസ്, ദാറ്റ് ഈസ് ആ ഇൻട്രാക്ഷൻസ് നടക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് മാസ് എക്വയർ ചെയ്യും. ആൻഡ് എത്രത്തോളം സ്ട്രോങ്ങർ ആണോ ഈ പാർട്ടിക്കിൾസിൻ്റെ ഇൻട്രാക്ഷൻസ് അത്രത്തോളം മാസ് ഈ ഹിഗ്സ് ഫീൽഡ് എക്വയർ ചെയ്യും. ദാറ്റ് ഈസ് ദ സ്ട്രോങ്ങർ ദ ഇൻട്രാക്ഷൻ, greater will be the mass. Then we can think of the Higgs field as exerting a kind of viscous drag on particles that move through it. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഹിഗ്സ് ഫീൽഡ് വന്നിട്ട് അതിലൂടെ പാസ് ചെയ്യുന്ന പാർട്ടിക്കിൾസിലെല്ലാം ഒരു കൈൻഡ് ഓഫ് വിസ്കസ് ഡ്രാഗ് അപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള പുള്ള് ആ പാർട്ടിക്കിൾസിൽ, അതിലൂടെ പാസ് ചെയ്യുന്ന പാർട്ടിക്കിൾസിൽ അപ്ലൈ ചെയ്യും. ആൻഡ് ദിസ് ഡ്രാഗ് അപ്പിയേഴ്സ് ആസ് ഇനേഷ്യ. ഇതാണ് ഇനേഷ്യയായി അപ്പിയർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് വിച്ച് ഈസ് ദ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് മാസ്. മാസിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ് ഇനേഷ്യ. സോ അത്രേ ഉള്ളൂ. പിന്നെ വന്നിട്ട് ആസ് വിത്ത് അതർ ഫീൽഡ്സ്, മറ്റുള്ള ഫീൽഡ്സിലെ പോലെ തന്നെ പാർട്ടിക്കിൾ ഹിയർ കോൾഡ് ഹിഗ്സ് ബോസൺ. മറ്റുള്ള ഫീൽഡിലെ പോലെ തന്നെ ഇവിടെ ഹിഗ്സ് ഫീൽഡിൽ വന്നിട്ട് ഹിഗ്സ് ബോസൺ എന്ന് പറയുന്ന പാർട്ടിക്കിളാണ് ഈ ഹിഗ്സ് ഫീൽഡിൻ്റെ ആക്ഷനെ മീഡിയേറ്റ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. താങ്ക് യു. ലാർജ് ഹാഡ്രൺ കൊളൈഡറാണ്. ലാർജ് ഹാഡ്രൺ കൊളൈഡർ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ, അതുപോലെ തന്നെ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ പാർട്ടിക്കിൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പുതിയ പാർട്ടിക്കിൾസ്, ഇതിലെ പ്രോസസ്സുകൾ വഴി പുതിയ പാർട്ടിക്കിൾസ് ഉണ്ടാവുകയും അത് ഡിറ്റക്റ്റ് ചെയ്യുകയുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും വലിയ ഒരു പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആണ്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇതൊരു ഇൻ്റർനാഷണൽ പ്രോജക്റ്റാണ്. യൂറോപ്യൻ ഓർഗനൈസേഷൻ്റെ ന്യൂക്ലിയർ റിസർച്ചിൽ പെടുന്ന ഒരു വലിയ പ്രോജക്റ്റാണ്. ജനീവയുടെ അടുത്തായിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. വേർ ഇറ്റ് സ്പാൻസ് ദ ബോർഡർ ബിറ്റ്വീൻ സ്വിറ്റ്സർലാൻഡ് ആൻഡ് ഫ്രാൻസ്. സ്വിറ്റ്സർലാൻഡിൻ്റെയും ഫ്രാൻസിൻ്റെയും ഇടയിലുള്ള അതിർത്തി പ്രദേശത്ത്, ജനീവ എന്ന് പറയുന്ന അതിർത്തി പ്രദേശത്താണിത് സ്ഥിതി ചെയ്യുന്നത്. 100 മീറ്റർ അണ്ടർഗ്രൗണ്ടിലും അഥവാ 100 മീറ്റർ താഴ്ചയിലും 27 കിലോമീറ്റർ ചുറ്റളവിലുമാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. വലിയ ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഇതൊരു പാർട്ടിക്കിൾ ആക്സിലറേറ്ററാണ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ.
ചെറിയ ചെറിയ പാർട്ടിക്കിൾസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വലിയൊരു ഇൻസ്ട്രുമെൻ്റാണ്. ടു ബീംസ് ഓഫ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് കോൾഡ് ഹാഡ്രൻസ് എന്ന് പറയുന്ന 2 സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്, അത് പ്രോട്ടോൺസും ആവാം അല്ലെങ്കിൽ ലെഡ് അയോൺസും ആവാം, അതിനെയാണ് ഹാഡ്രൻസ് എന്ന് പറയാം. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കടത്തിവിടും. ഒന്നുമില്ലെങ്കിൽ പ്രോട്ടോൺസ് അല്ലെങ്കിൽ ലെഡ് അയോൺസിനെ 2 ഓപ്പോസിറ്റ് കടത്തിവിടുന്നു. അങ്ങനെ കടത്തിവിടുന്ന സമയത്ത് ഒരു സർക്കുലർ ആക്സിലറേറ്ററിൻ്റെ ഉള്ളിൽ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നിട്ട് ഒന്നുമില്ലെങ്കിൽ പ്രോട്ടോൺസ് അല്ലെങ്കിൽ ലെഡ് അയോൺസിനെ കടത്തിവിടുന്നു. അങ്ങനെ കടത്തിവിടുന്ന സമയത്ത് ഇത് ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ എനർജി ഉണ്ടാവുന്നു. ഫിസിസ്റ്റ് വിൽ യൂസ് LHC to recreate the conditions just after the Big Bang. കറണ്ട് തിയറി പ്രിഡിക്ട്സ് ദാറ്റ് യൂണിവേഴ്സ് ഒറിജിനേറ്റഡ്. നമുക്കറിയാം ബിഗ് ബാങ് തിയറി എന്താണ്. ബിഗ് ബാങ് തിയറിയിൽ പറയുന്നത് ആദ്യം യൂണിവേഴ്സ് ഉണ്ടായത് ഹൈ ഡെൻസിറ്റിയിലും ടെമ്പറേച്ചറിലും നിന്നാണ്. അങ്ങനെ ബിഗ് ബാങ് തിയറിയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ദ 2 beams of particle at very high എനർജി കൊളൈഡ് ഹെഡ് ഓൺ ഫാഷൻ. അപ്പോൾ എയ്തർ പ്രോട്ടോൺസ് അല്ലെങ്കിൽ ലെഡ് അയോൺസ് രണ്ടും 2 ഡയറക്ഷനിൽ നിന്ന് കടത്തി വിടുന്ന സമയത്ത് രണ്ടും കൂടെ കൊളൈഡ് ചെയ്യുമ്പോൾ ടീം ഓഫ് ഫിസിസിസ്റ്റ് ഫ്രം അറൗണ്ട് ദ വേൾഡ് വിൽ അനലൈസ് ദ പാർട്ടിക്കിൾസ് ക്രിയേറ്റഡ് ഇൻ ദ ഡിറ്റക്ടേഴ്സ്. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇത്രയേ ഉള്ളൂ. LHCയിൽ 2 ഡയറക്ഷനിൽ നിന്നും പ്രോട്ടോൺസിനെയോ ലെഡ് അയോൺസിനെയോ കടത്തി വിടുന്ന സമയത്ത് ഇത് ഹെഡ് ഓൺ ഫാഷനിൽ കൊളൈഡ് ചെയ്യും. രണ്ടും കൂടെ കൂട്ടിണ്ട്. LHC also tests various predictions of high energy physics including the existence of Higgs boson. Higgs boson എന്താണെന്ന് ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത് എന്താണ്, യൂണിവേഴ്സ് നമ്മൾ ബിഗ് ബാങ് തിയറി പ്രകാരം ബിഗ് ബാങ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഉണ്ടായതാണെന്നൊക്കെ താഴുന്ന സമയത്ത് ഒരു ക്രിട്ടിക്കൽ വാല്യൂവിന് താഴെ ടെമ്പറേച്ചർ നല്ലോണം ലോ ആവുന്ന ഹിഗ്സ് ഫീൽഡ് രൂപപ്പെടുന്നു. ആ ഹിഗ്സ് ഫീൽഡിൽ കാണപ്പെടുന്ന പാർട്ടിക്കിൾസിനെയാണ് ഹിഗ്സ് ബോസോൺ എന്ന് പറയാം. അപ്പോൾ ആ ഹിഗ്സ് ബോസോണും നമുക്ക് ഈ ഒരു കൊലീഷൻ വഴി ഉണ്ടാവാൻ സ്റ്റാൻഡേർഡ് മോഡിൽ വിച്ച് ഹിഗ്സ് ബോസോൺ കുഡ് ബി ഫൗണ്ട്. ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾസ്, ഹിഗ്സ് ഫീൽഡിൽ കാണപ്പെടുന്ന പാർട്ടിക്കിൾസിനെയാണ് ഹിഗ്സ് ബോസോൺ എന്ന് പറയാം. അഥവാ ടെമ്പറേച്ചർ നല്ലോണം ലോ ആവുന്ന സമയത്ത് അവിടെ ഒരു ഫീൽഡ് ക്രിയേറ്റ്, ഹിഗ്സ് ഫീൽഡ് പറയാം. ഇത് ബിഗ് ബാങ് തിയറിയിൽ പറയുന്നതാണ്. അപ്പോൾ അവിടെ ഹിഗ്സ് ബോസോൺ പറയാം. അപ്പോൾ ഹിഗ്സ് ബോസോണും നമുക്ക് ഈ ഒരു LHC എന്ന് പറയുന്ന ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൽ നടക്കുന്ന പ്രോസസ്സ് വഴി ഉണ്ടാവും. കൊലീഷൻസ് നടക്കുമ്പോൾ ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്ന പുതിയ പാർട്ടിക്കിളും ഉണ്ടാവും. അത് 14 TeVയിലാണ് കാണപ്പെടുന്നത്. അഥവാ TeV എന്ന് പറഞ്ഞാൽ 1 TeV എന്ന് പറഞ്ഞാൽ 10⁻12 EVക്ക് തുല്യമാണ്. അപ്പോൾ ഇത്രയും എനർജിയിൽ അത് കാണപ്പെടുന്നുണ്ട്. ദ ഫസ്റ്റ് കൊലീഷൻസ് അറ്റ് ആൻ എനർജി ഓഫ് 3.5 TeV പെർ ബീം ടു പ്ലേസ് ഓൺ 30th March 2010. 2010 ആദ്യത്തെ കൊലീഷൻ നടന്നത്. ഈ കുറിച്ചതിന് ശേഷം ഫസ്റ്റ് കൊലീഷൻസ് നടന്നത് 3.5 TeVയിലാണ്. to collide 2 counter rotating beams of protons or heavy ions. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പ്രോട്ടോൺ കൊലീഷൻസ് ടേക്സ് പ്ലേസ് അറ്റ് എനർജി ഓഫ് 7 TeV. ഒരു ബീം കടത്തി വിടുമ്പോൾ അവിടെ പ്രോട്ടോൺ കൊലീഷൻസ് നടക്കുന്നത് 7 TeV എനർജി. ദ ബീംസ് മൂവ് അറൗണ്ട് ദ കണ്ടിന്യൂസ് വാക്വം ഗൈഡഡ് ബൈ മാഗ്നറ്റ്. അപ്പോൾ ഈ LHCന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ എന്നാണ് അർത്ഥം. എന്താ പറയുക, ആ മാഗ്നറ്റിന്റെ ചുറ്റുമായിരിക്കും ഈ ബീം സോൾവ് ചെയ്യുന്നത്. ആ ബീം കടത്തി വിടുമ്പോഴാണ് അവിടെ പ്രോട്ടോൺ കൊലീഷൻസ് ഉണ്ടാവുക. സൂപ്പർ കണ്ടക്ടിങ് ആൻഡ് ആർ കൂൾഡ് ബൈ സിസ്റ്റം. ദ എക്സ്പെരിമെന്റ്സ് വിത്ത് ലെഡ് അയോൺസ് വിൽ. അപ്പോൾ അത് പ്രോട്ടോൺ കൊലീഷൻസിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് 7 TeV പെർ ബീമിൽ എനർജിയാണ് ഉണ്ടാക്കുന്നത്. കാര്യമാണ്. ഇനി ഇതേപോലെ ലെഡ് അയോൺസുകൾ തമ്മിൽ പരസ്പരം കൊളൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുന്നത്? പുതിയ ക്വാർക്ക് ഗ്ലൂഓൺ പ്ലാസ്മ എന്ന് പറയുന്ന ഒരു തരം പാർട്ടിക്കിളാണ് ഉണ്ടാവുന്നത്.
രണ്ട് ലെഡ് അയോൺ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ലെഡ് അയോൺസുകൾ തമ്മിൽ പരസ്പരം കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത് ക്വാർക്ക് ഗ്ലൂൺ പ്ലാസ്മ എന്ന് പറയുന്ന പുതിയ തരം പാർട്ടിക്കിളാണ്. അത് യൂണിവേഴ്സ് ഉണ്ടായിരുന്ന തുടക്കകാലത്ത്, അഥവാ എപ്പോഴാണ് യൂണിവേഴ്സ് ഉണ്ടായത് ആ സമയത്ത് ബിഗിനിങ് ഓഫ് യൂണിവേഴ്സിൽ ഉണ്ടായിരുന്ന ഒരു തരം പാർട്ടിക്കിളാണ് ഗ്ലൂൺ പ്ലാസ്മ. അതാണ് ഈ രണ്ട് അഥവാ ലെഡ് അയോൺസുകൾ തമ്മിൽ പരസ്പരം കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത്. ബൈ സ്മാഷിംഗ് ലെഡ് ന്യൂക്ലിയർ ടുഗെദർ അറ്റ് ഹൈ എനർജി ദേ ജനറേറ്റ് വെരി ഹോട്ട് ആൻഡ് ഡെൻസ് സബാറ്റോമിക് fireballs recreating what existed in the first few microseconds after Big Bang. ഇനി അടുത്ത് പറയുന്നത് ലെഡ് ന്യൂക്ലിയകൾ തമ്മിൽ ഹൈ എനർജിയിൽ കൊളൈഡ് ചെയ്യുമ്പോൾ ബൈ സ്മാഷിംഗ് ലെഡ് ന്യൂക്ലിയൈ ടുഗെദർ, രണ്ട് ലെഡ് ന്യൂക്ലിയകൾ തമ്മിൽ, ലെഡ് ന്യൂക്ലിയൈ എന്ന് പറഞ്ഞാൽ ലെഡിൻ്റെ ന്യൂക്ലിയസ്, ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസിനെയാണ് ന്യൂക്ലിയൈ എന്ന് പറയാം. അപ്പോൾ ലെഡിൻ്റെ ന്യൂക്ലിയൈ തമ്മിൽ പരസ്പരം സ്മാഷ് ചെയ്യുമ്പോൾ ഹൈ എനർജിയിൽ വളരെ ഹോട്ടായിട്ടുള്ള ഡെൻസ് ആയിട്ടുള്ള സബാറ്റോമിക് ഫയർ ബോൾസുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ബിഗ് ബാങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നു കഴിഞ്ഞ് വളരെ ചെറിയ സെക്കൻഡിൽ പ്രൊഡ്യൂസ് ചെയ്തത്, അഥവാ ബിഗ് ബാങ് പ്രോസസ്സ് നടന്നതിന് ശേഷം ഫ്യൂ മൈക്രോ സെക്കൻഡ്സിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തരം പാർട്ടിക്കിൾസാണിത്. ആ പാർട്ടിക്കിൾസ് ആയിരിക്കും എപ്പോൾ ഉണ്ടാവുക, ലെഡ് ന്യൂക്ലിയകൾ തമ്മിൽ സ്മാഷ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ടെമ്പറേച്ചർ ഓഫ് 10 trillion degrees ആർ ബീങ് ദീസ് മിനി ബിഗ് ബാങ്. അപ്പം ഈ മിനി ബിഗ് ബാങ്സുകൾ, ചെറിയ ചെറിയ ബിഗ് ബാങ്ങുകൾ നടക്കുന്ന സമയത്ത് ഈ രണ്ട് ന്യൂക്ലിയകൾ തമ്മിൽ സ്മാഷ് ചെയ്യുമ്പോൾ ഓരോ തവണയും ചെറിയ ചെറിയ ബിഗ് ബാങ് പ്രോസസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മിനി ബിഗ് ബാങ്സ് എന്ന് പറഞ്ഞത്. ആ ഓരോ തവണ മിനി അഥവാ ബിഗ് ബാങ്ങുകൾ നടക്കുന്ന സമയത്തും അറ്റ് ദിസ് ടെമ്പറേച്ചർ നോർമൽ മാറ്റർ ബിക്കം ക്വാർക്ക് ഗ്ലൂൺ പ്ലാസ്മ. അപ്പോഴാണ് ക്വാർക്ക് ഗ്ലൂൺ പ്ലാസ്മ എന്ന് പറയുന്ന പുതിയ അവിടെ ഉണ്ടാവുക.